ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അതുണ്ടല്ലോ, ഇന്ന് സത്യം പറഞ്ഞ ഇന്ന് കിടന്ന നമ്മുടെ പ്രഭു ഞാൻ പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടും പനിയും അങ്ങനെയൊക്കെയാണ്. അപ്പം കുറച്ച് ദിവസമായി ഒച്ചയടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒട്ടും പറ്റുന്നില്ല. അപ്പൊ സമയങ്ങളിലൊക്കെ കുറച്ച് മാറ്റം വരുന്നത്, എങ്കിലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കൃത്യസമയത്ത് തന്നെ എൻ്റെ മുത്തുമണീസിനൊക്കെ കേൾപ്പിക്കാനായിട്ട് ഞാൻ ഇടുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേൾക്കുക, ലൈക്ക് അടിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇനി വരുന്ന 2 ദിവസങ്ങളിലായിട്ട് വരുന്ന എപ്പിസോഡിന്റെ ഒരു ഇൻട്രോ ആണ്. അത് ഫസ്റ്റ് നമ്മുടെ അനുമോള് നമ്മുടെ കൃഷ്ണമംഗലത്ത് വരുന്നുണ്ടല്ലോ. എല്ലാ സത്യങ്ങളും സോറി, കൃഷ്ണമംഗലത്തല്ല, ദേവമംഗലത്തേക്ക് വരുന്നുണ്ട്. എല്ലാ സത്യങ്ങളും തൻ്റെ വീട്ടിലും ദേവമംഗലത്തും കൃഷ്ണമംഗലത്തും എല്ലാവരുടെ മുന്നിൽ വെച്ച് അന്ന് വിവാഹ സമയത്ത് അലോക് തന്നോട് ചെയ്ത ഈ ഒരു ക്രൂരത എല്ലാവരോടും പറയണ്. അതിനു പകരമായിട്ട് താൻ തിരിച്ചടി കൊടുത്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ അനുശ്രീനെ നമ്മുടെ ബാലനും നമ്മുടെ ഗോമതിയും കൂടെ ചേർന്നിട്ട് നമ്മുടെ അനുശ്രീനെ ഈ വീട്ടിലെ ദേവമംഗലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായി തന്നെ നമ്മുടെ എപ്പിസോഡിൽ പ്രൊമോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇനി വരുന്ന ഒരു പ്രൊമോയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ദേവമംഗലത്ത് തിരിച്ചെത്തിയ നമ്മുടെ അനുശ്രീയെ നമ്മുടെ ബാലൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ കൃഷ്ണമംഗലം വീടിന്റെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു മൈക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നാട്ടുകാരും അയൽവക്കക്കാരൊക്കെ കേൾക്കാൻ പാകത്തിന് തന്നെ നമ്മുടെ ബാലൻ ചില കാര്യങ്ങളൊക്കെ പറയണ്. അതായത് തൻ്റെ മകള് എന്തുകൊണ്ട് ഈ കല്യാണം ഇങ്ങനെ പോയെന്നും അതിന് കാരണക്കാരൻ ആരാണെന്നും ഒക്കെ പറയണ്. തൻ്റെ മകൾ ഒരിക്കലും അവൻ വിവാഹം തൻ്റെ മകളെ കഴിച്ചിട്ടില്ല എന്നും അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ നാട്ടുകാർ ഇങ്ങനെ കേൾക്കണ്. അപ്പൊ ഈ കേൾക്കുന്ന കൂട്ടത്തില് പുറത്തു നിന്നുള്ളവരൊക്കെ ഉണ്ടെന്ന് ഇതെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പൊ വന്നതിൽ ഒരു കൂട്ടര് നമ്മുടെ ജീവനിലെ നമ്മുടെ അനുവിനെ കല്യാണം കഴിക്കാനായിട്ട് വന്ന ജീവന്റെ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാളും കൂടെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബാലൻ ഈ സത്യങ്ങളെല്ലാം തൻ്റെ മകളെ നിർത്തിക്കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കുടുംബത്തിൽ നിന്നും കൃഷ്ണമംഗലത്തിൽ ഈ അലോക് തൻ്റെ മകളോട് ചെയ്ത ഈ ഒരു ക്രൂരത അവള് വേറൊന്നും ചിന്തിച്ചില്ല. തൻ്റെ അച്ഛനെയും അമ്മയും തൻ്റെ ഏട്ടന്മാരെയും ഒക്കെ ഒന്ന് സംരക്ഷിക്കുക എന്നത് മാത്രമാണ്. കാരണം വീട്ടുകാരുടെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കുന്ന അവരെ ഇനിയും തൻ്റെ മകള് ഒരു രാത്രി മുഴുവൻ അലോകിന്റെ കൂടെയാണോ എന്നും കൂടെ ഉള്ള ഒരു ചീത്തപ്പേരും കൂടെ കേൾക്കുമ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങനെ അവനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതി തന്നെയാണ് നമ്മുടെ അനു അലോകിനെ ഈ ഒരു പണി കൊടുത്തത്. എന്നിട്ട് അലോകിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ കല്യാണ മുഹൂർത്തം വരെ അനുവിനെ തടഞ്ഞു വെച്ചിട്ട് പിന്നെ കൊണ്ടുവന്നാക്കണം. അപ്പത്തെ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ആയിരുന്നു എന്നുള്ളതൊക്കെ അറിയുമ്പോൾ മൊത്തത്തിൽ അനുവിനൊരു ബാഡ് മാർക്ക് ആയല്ലോ. അതായിരുന്നു നമ്മുടെ അലോകിന്റെ ഉദ്ദേശം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്ന ജീവന്റെ ഒരു റിലേറ്റീവ് അപ്പൊ തന്നെ ജീവന്റെ വീട്ടിൽ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോൾ ജീവനും ജീവന്റെ അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി പോയി. കാരണം ആ കുട്ടി അത്രയ്ക്ക് നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. തൻ്റെ അച്ഛനെയും അമ്മയും കൂടപ്പിറപ്പുകളൊക്കെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. അവളുടെ ആ ഒരു നിഷ്കളങ്കമായ മനസ്സിനെ കാണാൻ അവർക്ക് സാധിച്ചു. കാരണം അവർ അത്രയും നല്ലൊരു ഫാമിലി ആയതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സാധിച്ചത്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ജീവന് വല്ലാത്തൊരു റെസ്പെക്റ്റ് ആണ് അനുവിനോട് തോന്നിയത്. എൻ്റെ ജീവിതത്തിൽ ഒരു പങ്കാളിയായിട്ട് വരുന്നുണ്ടെങ്കിൽ അവള് തന്നെ ആകണം എന്നുള്ളൊരു തീരുമാനം നമ്മുടെ ജീവൻ എടുക്കുകയാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബാലൻ അനുവിനെയും കൂട്ടി ഇങ്ങനെ ദേവമംഗലത്ത് വന്നു കഴിഞ്ഞിട്ടോ കൃഷ്ണമംഗലക്കാർക്ക് ആകെ ഒരു അടിയായിപ്പോയി. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ ഇടയിൽ ഒരു മുഖത്തടിച്ചണക്കുള്ള ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. അങ്ങനെ നമ്മുടെ അനുശ്രീനെയും കൊണ്ട് വീട്ടിൽ വന്നു. എല്ലാവരും അനുശ്രീനെ സമാധാനിപ്പിക്കുക ഒക്കെ ഇരിക്കുകയാണ്. അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ജീവനും ജീവന്റെ അമ്മയും കൂടെ വന്നു കഴിഞ്ഞ് അപ്പം നമ്മുടെ ബാലൻ ചെന്ന് നോക്കുമ്പോൾ അപ്പൊ നമ്മുടെ ജീവനും അമ്മയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ബാലനും ഗോമതി അവര് അകത്ത് കയറി ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവന്റെ അമ്മ ഗോമതിയോട് ചോദിക്കുന്നുണ്ട്, അനുമോൾ ഇപ്പോൾ ഇവിടെയാണോ അതോ അവിടെയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ബാലൻ പറഞ്ഞു, ഞങ്ങൾ അവളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു. എൻ്റെ മോള് ഒരുപാട് അനുഭവിച്ചു നമുക്ക് വേണ്ടിയിട്ട്. ഞാനും എൻ്റെ മക്കളും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം അവൻ്റെ മുന്നിൽ ഇനി ഒരു അടിയറവ്
വെക്കരുത് എന്ന് അവൾ കരുതിയിട്ടാകണം അവൾ കുറേ സഹിച്ചു. ഞങ്ങൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ നിമിഷം തന്നെ ഞങ്ങൾ അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ജീവൻ്റെ അമ്മ പറഞ്ഞു അതെന്തായാലും നന്നായെന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ അനുമോൾ അറിഞ്ഞായിരുന്നു ജീവനും അമ്മയും വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അനു അവരുടെ മുന്നിൽ വരെയാണ് വന്നിട്ട് ജീവൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് തൊഴുതുകൊണ്ട് നിറകണ്ണുകളോടെ തന്നെ അനു അവരോട് മാപ്പ് പറയണം. ഞാൻ കാരണം നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് ആൻറ്റി എനിക്കറിയാം, എന്നോട് ക്ഷമിക്കണം ആൻറ്റി, എൻ്റെ അവസ്ഥ എൻ്റെ സാഹചര്യം അത്രയ്ക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലായിപ്പോയി ആൻറ്റി, എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ജീവൻ്റെ അമ്മ മോൾ അതൊന്നും സാരമില്ല, മോൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ, മോൾ സന്തോഷമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അനുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അനു പിന്നെ ജീവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മേളിലോട്ട് പോവാണ്. ഈ സമയം നമ്മുടെ ജീവൻ്റെ അമ്മ നമ്മുടെ ബാലനോടും ഗോമതിയോടും ഒരു കാര്യം പറയാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അതായത് അനുമോളെ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നയ്ക്കാവോ എന്ന് ചോദിക്കും. അപ്പോൾ ജീവൻ പറയും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അത് അനു ആകണം എന്നുള്ളതാണ്, ഞാൻ അവിടെ അത്രയേറെ അങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ബാലനും അതുപോലെ തന്നെ ഗോമതിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിലും നമ്മുടെ അനുവിൻ്റെ നല്ലൊരു മനസ്സിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നറിഞ്ഞപ്പോൾ ആ കുടുംബവും ജീവനും അത്രയ്ക്ക് നല്ലവരാണെന്ന് മനസ്സിലായി. അപ്പോൾ ബാലൻ പറഞ്ഞു എന്തായാലും ഞങ്ങൾ അനുമോളുമായിട്ട് ആലോചിച്ചിട്ട് ഒരു മറുപടി പറയാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ജീവൻ ശരി അങ്കിളെന്നാൽ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് അവരിറങ്ങുകയാണ്. അവർ പോയതിന് ശേഷം നമ്മുടെ ബാലനും ഗോമതിയും കൂടെ ചെന്ന് അനുവിനോട് സംസാരിക്കണം. ഇങ്ങനെ ജീവനും അവൻ്റെ അമ്മ ഈ ഒരു കാര്യത്തിനാണ് വന്നതെന്ന്. അപ്പോൾ അനു ഒരു നിമിഷം ചിന്തിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് പറയും അച്ഛൻ ഏതൊരാളെ കൊണ്ടുവന്നിരുന്നാലും അത് ഈ അനുമോൾക്ക് ഏറ്റവും നല്ലത് തന്നെയായിരിക്കും, പക്ഷേ എനിക്കൊരിച്ചിരി നാളത്തെ ഒരു ഗ്യാപ്പ് വേണം വെച്ചാൽ എൻ്റെ മനസ്സ് ഇപ്പം വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. അതുകൊണ്ട് അച്ഛൻ എപ്പോൾ പറഞ്ഞാലും എനിക്ക് ഒരിച്ചിരി നേരത്തെ ഒരു സമയം തന്നാൽ മതി, എനിക്ക് ഒന്നിനും ഒരു എതിർപ്പില്ല അച്ഛാ എന്നിങ്ങനെ പറയാം. അപ്പോൾ ബാലൻ പറഞ്ഞു മോൾ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട, മോളുടെ മനസ്സ് ഒന്ന് നോർമലാവട്ടെ എന്ന് പറഞ്ഞ് ഗോമതിയും ബാലനും കൂടെ നമ്മുടെ അനുമോളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലൻ ജീവനെ വിളിക്കുകയാണ്. അപ്പോൾ ഇന്നതുപോലെയാണ് മോൾ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം അവൾക്ക് മതിയെന്ന് പറയും കല്യാണമൊക്കെ. അപ്പം ജീവൻ പറഞ്ഞു അങ്ങളെ ഒരു കുഴപ്പമില്ല, എത്ര നാളാണെങ്കിലും ഞാൻ അനുവിന് വേണ്ടി കാത്തിരിക്കുമെന്ന് പറയണം. അപ്പോഴത്തേക്ക് ആ ജീവൻ്റെ അങ്ങനത്തെ ഒരു സംസാരം കേട്ടിട്ട് ബാലന് വല്ലാത്തൊരു അതിശയം തോന്നുന്നു. കാരണം അത്രയ്ക്കും അവളെ സ്നേഹിക്കുന്നുണ്ടല്ലോ ജീവൻ, അവളുടെ ആ ഒരു മനസ്സ് തിരിച്ചറിഞ്ഞ് അത് ഇത്രയും ഇങ്ങനെ പോയിട്ട് കൂടിയും അവളുടെ സത്യാവസ്ഥ അവളുടെ നിഷ്കളങ്കത എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കാൻ ജീവന് സാധിച്ചല്ലോ എന്ന് ഓർത്തിട്ട് ബാലന് സത്യം പറഞ്ഞ ഒരു അഭിമാനം തന്നെ തോന്നുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സീന് ഭയങ്കരമായിട്ടുള്ള ഒരു സീനാണ് ബാലനും അതുപോലെ ഗോമതിക്കും ഒക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന സീൻ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ദേവി ഈ ദേവമംഗലം വിട്ട് പോകുന്നൊരു സീൻ വരുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇത്രയും നാൾ നമ്മുടെ ആനന്ദ് ഈ ഒരു ദേവിയുടെ നമ്മുടെ ഉദയഭാനുവിൻ്റെയും ഒക്കെ ഉള്ള ആ ഒരു കേസ് മനസ്സിൽ ഇങ്ങനെ അടക്കി വെച്ചുകൊണ്ട് നടക്കുകയാണ്. കാരണം ഇതുവരെ അത് പറയാനുള്ളൊരു സാഹചര്യം ഒത്തില്ല. പിന്നെ അനുവിൻ്റെ കല്യാണം കാര്യം അങ്ങനെയൊക്കെ ആ ഒരു ഇതൊക്കെ വന്നതിൻ്റെ പേരിൽ നമ്മുടെ ആനന്ദ് അതൊന്നും ബാലനോടും മറ്റൊന്നും പറഞ്ഞില്ല. പക്ഷെ അത് പറയാനുള്ളൊരു സാഹചര്യം വരുന്നുണ്ട്. കാരണം ഈ കടയിലെ മോഷണം വീണ്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മോഷണം നടക്കുന്നത് ഇതെങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആനന്ദ് ഒരു ചെറിയൊരു ക്യാമറ കടയിൽ ഘടിപ്പിക്കുന്നുണ്ട്. അതാരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആ ക്യാമറയിൽ കൂടെ നമ്മുടെ ആനന്ദ് ഉദയഭാനുവാണ് ഈ പണം കട്ടെടുക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. കാരണം ഒരു ദിവസം ഉദയഭാനു എടുത്തോണ്ട് പോയ പണവും കാര്യങ്ങളൊക്കെ തീർന്നു. അപ്പോൾ അടുത്ത ഇനി ഒരു പിടിവാരി കീശയിൽ നിറച്ചുകൊണ്ട് പോകാമെന്ന രീതിയിൽ ഉദയഭാനു വരെയാണ്. അങ്ങനെ വന്നു. അന്നേരം അവിടെ ആകാശ് ഉണ്ടായിരുന്നു, ദേവി ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിട്ടും അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഈ ഉദയഭാനു പൈസ എടുത്തുകൊണ്ട് ഒന്നും അറിയാത്തൊരു കള്ളനെ പോലെ പറ്റിപ്പോവാണ് കേട്ടോ. പക്ഷേ ആനന്ദ് പിന്നീട് അന്നും പണം പോയത് അറിഞ്ഞു കഴിയുമ്പോൾ ആനന്ദ് ആ ക്യാമറ ചെക്ക് ചെയ്യണം. ആ ക്യാമറ ചെക്ക് ചെയ്യുമ്പോൾ ആനന്ദ് പോലും അന്താളിച്ച് പോവുകയാണ്. ആനന്ദ് മനസ്സിൽ കരുതിയായിരുന്നു, പക്ഷേ എങ്കിലും ഉറപ്പിക്കാൻ തെളിവ് വേണമല്ലോ. അത് കണ്ടിട്ട് ആനന്ദ് ആ വീഡിയോയോടുകൂടി ദേവിയുടെ അടുത്ത് റൂമിൽ ചെല്ലുകയാണ്. എന്നിട്ട് പറയും അതെ ഇത്രയും നാൾ ഗോമതി സ്റ്റോഴ്സിൽ പണം പോകുന്നുണ്ട്, ആ കള്ളൻ ആരാണെന്ന് നിനക്കറിയുമെന്ന് ചോദിച്ചു. അതേ നീയും കൂടെ അറിഞ്ഞുകൊണ്ടാണോ എന്താ ആനന്ദേട്ടാ ഈ പറയണതെന്ന് ദേവി ചോദിക്കും. എന്നാൽ ഈ വീഡിയോ ഒന്ന് നീ കണ്ടു നോക്കുമെന്ന്
പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ ദേവിയുടെ ചങ്ക് പൊട്ടിപ്പോവാണ്. തൻ്റെ അച്ഛൻ. അപ്പോൾ ദേവിക്ക് എന്ത് ആനന്ദിൻ്റെ അടുത്ത് പറയണമെന്നറിയില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ ആനന്ദേട്ട സത്യം ഞാൻ പറയട്ടെ ആനന്ദേട്ട, എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു പ്രവൃത്തി എന്നോട് തന്നെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ആനന്ദേട്ട. അതെ, നിൻ്റെ അഭിനയമൊക്കെ മതിയടി, ഇന്ന് കൊണ്ട് നിർത്തിക്കോ. ഇത് ഞാൻ എൻ്റെ അച്ഛനെ ഈ നിമിഷം കൊണ്ടുപോയി കാണിക്കുക. ഇനി നിൻ്റെ സ്ഥാനം പടിക്ക് പുറത്തായിരിക്കും എന്ന് പറഞ്ഞ്. ആനന്ദേട്ട പ്ലീസ്, എൻ്റെ അച്ഛൻ ഒരിക്കലും, അച്ഛന് പല പൈസയ്ക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് എല്ലാ മോഷണവും എൻ്റെ അച്ഛനാണോ എന്ന് ഉറപ്പൊന്നുമില്ലല്ലോ എന്ന് പറയാം. ഓഹോ, ഇനി ഈ ഒരു കള്ളത്തരം കണ്ടിട്ട് കൂടി നിനക്ക് മനസ്സിലാവുന്നില്ല. ഇനി എല്ലാത്തിൻ്റെയും തെളിവ് നിൻ്റെ അച്ഛൻ എടുത്തു എന്ന് കണ്ടാലേ നീ വിശ്വസിക്കുകയുള്ളൂ അല്ലേ എന്ന് ചോദിക്കും. അല്ല, ഒരു കാര്യം ചെയ്തു, ആനന്ദേട്ടൻ പറഞ്ഞതാ ശരി. ഞാനും എൻ്റെ അച്ഛനും അമ്മയൊന്നും ഈ കുടുംബമായിട്ട് യാതൊരു ബന്ധവും പാടില്ലാത്തവർ തന്നെയാണ്. ഞങ്ങൾ ഈ കുടുംബത്തോട് അത്രയ്ക്ക് നെറുകേട് തന്നെ ചെയ്തിരിക്കുന്നത്. ബാലച്ചനോടും അമ്മയോടും ഒക്കെ ആനന്ദേട്ടൻ ചെന്ന് പറയാം. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒച്ചയായിരുന്നു. അപ്പോൾ അങ്ങനെ ബാലനും ഗോമതിയൊക്കെ വന്ന് ഡോറയിൽ മുട്ടയാണ്. ആനന്ദ ഡോറ് തുറക്കെന്നും പറഞ്ഞ് മുട്ടയാണ്. അങ്ങനെ അവർ പിന്നെ ഡോറ് തുറക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഡോറ് തുറക്കുമ്പോഴത്തേക്ക് ബാലൻ ചോദിക്കും, അല്ല കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളുടെ മുഖങ്ങൾ തമ്മിൽ നിങ്ങളൊരു പൊരുത്തമില്ലായ്മ കണക്ക്, പിന്നെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടമാണെന്ന് കരുതിയിട്ടാണ് ചോദിക്കാതിരുന്നത്. എപ്പോഴും ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗോമതി ചോദിക്കും, എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം, കാര്യം പറയാൻ പറയാം. അപ്പോഴേക്കും നമ്മുടെ ആനന്ദ് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി ബാലനെ കെട്ടിപ്പിടിച്ച് കരയണ്. അച്ഛാ, ഇത്രയും നാൾ ഞാൻ എൻ്റെ മനസ്സിൽ അടക്കി വെച്ചേക്കായിരുന്നു അച്ഛാ, ഇനി എനിക്കത് അച്ഛനോട് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആനന്ദ് കരയണം. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താടാ മോനെ, എന്താ പ്രശ്നം, എന്താ നീ പറയൂ എന്ന് പറഞ്ഞിട്ട് ആനന്ദ് കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷെ ഒരിക്കലും അത് ബാലന് വിശ്വസിക്കാൻ പറ്റില്ല, ഗോമതിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, മിത്രയും മീനും ആകാശും ഒക്കെ ഉണ്ടായിരുന്നു. ദേവി അവിടെ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. കാരണം ദേവിയുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. കാരണം ആ പെൺകുട്ടി സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ആനന്ദിൻ്റെ കുടുംബത്തിന് തെറ്റിലോട്ട് ആ തെറ്റ് ആനന്ദിൻ്റെ കുടുംബത്തിനോട് അത്രയും നീചമായ ഒരു പ്രവൃത്തി ചെയ്തതല്ല. പക്ഷേ ആ കുട്ടിയുടെ സാഹചര്യം കൊണ്ട് ദേവി അത് ചെയ്തു പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് ആനന്ദ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, ഉദയഭാനു സാർ അങ്ങനത്തെ ഒരാളാണോ അച്ഛൻ? അപ്പോൾ ആനന്ദ് പറയും, ഉദയഭാനു സാറോ, അയാളെപ്പോലെ ഒരു ഫ്രോഡ് ലോകത്തില്ല അച്ഛൻ. അറിയോ, അയാൾക്ക് ബിസിനസ് ഉണ്ട്, അവിടെയാണ് ഇയാൾ ഗൾഫിൽ പോകണു, അവിടെ പോകണു, അവിടെ ദുബായിൽ ബിസിനസ് ഒക്കെ നമ്പർ അച്ഛാ, വെറും നമ്പർ. അപ്പോഴേക്കും ഗോമതി ദേവിയോട് ചോദിക്കും, ദേവി മോളെ ഇത് എന്തൊക്കെയാണ് ഈ പറയണത്, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? അപ്പോൾ മീനും ചോദിക്കും, എന്താ പറ്റിയ ദേവിയേട്ടത്തി, ഇതൊക്കെ എന്താ? അപ്പോൾ ദേവി പറയും, ആനന്ദേട്ടൻ പറഞ്ഞതെല്ലാം ശരിക്കും സത്യമാണ് അമ്മേ. കാരണം എൻ്റെ ജീവിതം അങ്ങനെയാണ്. എൻ്റെ അച്ഛനും അമ്മയും എന്നെ നിർബന്ധിച്ച് ഈ ഒരു ജീവിതത്തിലോട്ട് തള്ളിവിട്ടത്. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ അവരെന്നെ, എൻ്റെ നിസ്സഹായാവസ്ഥ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് സ്വർണത്തിന് പകരം അന്ന് കല്യാണ സമയത്തൊക്കെ തന്നത് ഗോൾഡ് കവറിങ്ങും കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഈ കുടുംബത്തിനോട് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. അതിനുള്ള ശിക്ഷ ഞാൻ ഈ വീട് വിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയും. ഗോമതിക്ക് ഭയങ്കര സങ്കടമാവുന്നു. കാരണം ദേവി എന്ന് വെച്ചാൽ അത്രയേറെ ഈ കുടുംബത്തിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരു മകളെ പോലെ ഗോമതി സ്വന്തം മരുമക്കളെ കാണാറുള്ളൂ. എന്നിട്ട് ദേവി പറഞ്ഞു, ഈ കുടുംബത്തിൽ നിന്നിട്ട് എനിക്ക് നിങ്ങളോട് ഈ സത്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു ബാലച്ച, പക്ഷേ എനിക്ക് പറ്റിയില്ല. കാരണം എനിക്ക് ഭയമായിരുന്നു. കാരണം നിങ്ങളെല്ലാവരും എന്നെ വെറുക്കില്ലേ എന്ന് ഓർത്തിട്ട്. ഇത്രയും നല്ലൊരു അച്ഛനും അമ്മയും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ട് എനിക്ക് ഈ വീട് വിട്ട് പോകാൻ എനിക്ക് ഒട്ടും തന്നെ പറ്റില്ലായിരുന്നു ബാലച്ച, അമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ദേവി അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര സങ്കടമാവുകയാണ്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, മോളെ നിനക്കൊന്നുമില്ലെങ്കിലും ആ കാര്യം ഞങ്ങളോട് പറഞ്ഞു എന്ന് വെച്ചിട്ട് നിന്നെ ഞങ്ങൾ ഒരിക്കലും വെറുക്കാൻ പോകുന്നില്ല. നീ ഞങ്ങളെ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? അപ്പം മീനും മിത്ര ഒക്കെ ദേവിയെ ഇതാക്കുന്നുണ്ട്. അപ്പം ദേവി എല്ലാവരുടെയും കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആനന്ദ് പറയുന്നുണ്ട്, ഇല്ലച്ചാ, ഇനി എവളുമായിട്ടൊരു ജീവിതം എൻ്റെ ലൈഫിൽ ഇനിയില്ല. കാരണം ഈ ഒരു ഇത് എനിക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ എനിക്കൊരിക്കലും പറ്റില്ല. അതുകൊണ്ട് എന്നോട് ഇനി ദേവിയായിട്ടുള്ളൊരു ജീവിതം നിങ്ങളാരും പറയരുതെന്ന് പറയാം. അപ്പോൾ ബാലച്ചന് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല. ആനന്ദിൻ്റെ സിറ്റുവേഷൻ അത്രയ്ക്ക് ഒരിതായിരുന്നു. അപ്പോൾ ദേവി പറയുന്നുണ്ട്, ബാലച്ച ഞാൻ ഈ വീട് വിട്ട് പോവാണ്. കാരണം അത് ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത തെറ്റ് ആനന്ദേട്ടനോട് ഒരിക്കലും, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആനന്ദേട്ടനാണ്. പക്ഷേ ഞാൻ ചെയ്ത തെറ്റ് എനിക്കൊരിക്കലും ആനന്ദേട്ടൻ്റെ മുന്നിൽ ന്യായീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീട് വിട്ട്
പോവാണെന്ന് പറഞ്ഞ് ദേവി ഇറങ്ങുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലച്ചൻ അവിടെ ദേവിയെ തടയുമോ എന്നുള്ളതൊക്കെ നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരിക്കുക തന്നെ ചെയ്യാം. കാരണം ഇവർ തമ്മിൽ ആനന്ദും ദേവിയും തമ്മിൽ ഒരു ഗ്യാപ്പ് വരുന്നത് ഒരു റിലാക്സേഷന് സാധ്യതയുണ്ട്. അപ്പോൾ ഇനി അത് ബാലച്ചനും ഗോമതിയും എന്ത് തീരുമാനമാണ് ഇതിലെടുക്കുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കേൾക്കുക, സ്കിപ്പടിക്കാണ്ട് കേൾക്കുക. എൻ്റെ ഒരു സൗണ്ടിനൊക്കെ ആകെ ഒരു മാറ്റമാണെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ മുത്തുമണീസേ. അപ്പോൾ വേറെ എന്താണ്, എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഹൈപ്പ്, കമൻറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.